നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. ശിരൂരിൽ ഗംഗാവലി പുഴയിൽ നിന്ന് അർജുൻ ഓടിച്ച ലോറി കണ്ടെത്തി. ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്ന് മൃതദേഹ ഭാഗങ്ങൾ പുറത്തെടുത്തു. മൃതദേഹം കാർവാറിലെ ആശുപത്രിയിലേക്ക് മാറ്റി. DNA പരിശോധനയ്ക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കും. ദൌത്യം ലക്ഷ്യം കണ്ടതിൽ സംതൃപ്തിയെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. അർജുൻ ഓടിച്ച ലോറി കണ്ടെത്തിയത് 72 ദിവസങ്ങൾക്ക് ശേഷം. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി സിദ്ദിഖ് സുപ്രീം കോടതിയിൽ. സർക്കാരിന്റെ വാദം കേൾക്കാതെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കരുതെന്നാവശ്യപ്പെട്ട സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി. സിദ്ദിഖിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയ അതിജീവിതയും സിദ്ദിഖ് കേരളത്തിന് പുറത്തേക്ക് കടക്കാനുള്ള സാധ്യതയും പരിശോധിച്ച് പോലീസ്. ലൈംഗിക പീഡന കേസിൽ ഇടവേള ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. 3 മണിക്കൂറിലേറെ നേരം ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അന്തരിച്ച CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടുനൽകും. തീരുമാനം കേരള അനാട്ടമി ആക്ട് പ്രകാരം. ലോറൻസിന്റെ ആഗ്രഹം അതായിരുന്നുവെന്ന് വ്യക്തമായതായി മെഡിക്കൽ കോളേജ് ഉപദേശക സമിതി. ADGP MR അജിത് കുമാർ RSS കൂടിക്കാഴ്ചയിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. കൂടിക്കാഴ്ച DGP അന്വേഷിക്കും. വ്യാജ വാർത്തകൾ ചമച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. വയനാടിനുള്ള സാമ്പത്തിക സഹായം കേന്ദ്രം ഉടൻ നൽകണം. വലതുപക്ഷ ശക്തികൾക്ക് പ്രയോജനമാകുന്ന നിലപാടുകൾ അൻവർ തിരുത്തണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ. രണ്ടാം ഘട്ട വോട്ടെടുപ്പിലും ജമ്മു കശ്മീരിൽ ഭേദപ്പെട്ട പോളിംഗ്. 7 മണിവരെ രേഖപ്പെടുത്തിയത് 54.11% പോളിംഗ്. വോട്ടെടുപ്പ് നടന്നത് 26 മണ്ഡലങ്ങളിൽ. കൊച്ചി മരടിൽ തീരദേശ ലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയ ഫ്ളാറ്റുകൾക്ക് കനത്ത പിഴ ഈടാക്കി തീർപ്പാക്കേണ്ടതായിരുന്നുവെന്ന് സുപ്രീം കോടതി ജഡ്ജി VR ഗവായ്. ഫ്ളാറ്റ് ഉടമകളുടെ നഷ്ടപരിഹാരം ഉൾപ്പെടെ പരിഗണിക്കുമ്പോഴായിരുന്നു പുതിയ ബെഞ്ചിന്റെ പരാമർശം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസുകൾ ഡിജിറ്റലാകുമെന്ന് ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ. ലൈസൻസ് കാർഡുകൾ ഒഴിവാക്കുന്നത് പരിഗണനയിലെന്നും മന്ത്രി. സീതാറാം യെച്ചൂരിയുടെ വിയോഗം ഏവരെയും വേദനിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തെ അനേകം പ്രക്ഷോഭങ്ങളിൽ സീതാറാമിന് നിർണായക പങ്കുണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രി. പാലക്കാട് മംഗലം ഗോവിന്ദപുരം പാതയിൽ ബസും ലോറിയും കൂട്ടിയിടിച്ച അപകടം. നിരവധി പേർക്ക് പരുക്ക്. പരുക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കാരൂരിൽ മാലിന്യക്കുഴി വൃത്തിയാക്കാൻ ഇറങ്ങിയ 2 പേർ ശ്വാസം മുട്ടി മരിച്ചു. റോയൽ വർക്കേഴ്സ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരായ സുനിൽകുമാർ, ജിതേഷ് എന്നിവരാണ് മരിച്ചത്. ദേശീയ പ്രക്ഷോഭത്തിൽ പങ്കാളികളായി പത്തനംതിട്ടയിലെ കേരള കർഷക സംഘം പ്രവർത്തകർ. അഖിലേന്ത്യാ കിസാൻ സഭ പാർലമെന്റിന് മുന്നിൽ നടത്തിയ ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോന്നി, റാന്നി DFO ഓഫീസുകളിലേക്ക് നടത്തിയ മാർച്ചിൽ നൂറുകണക്കിന് കർഷകർ പങ്കെടുത്തു. കാസർഗോഡ് ചെർക്കള പാടിയിൽ ടാങ്കർ ലോറി മറിഞ്ഞു. വാതക ചോർച്ചയില്ല. പാടിക്കും എതിർത്തോടിനും ഇടയിലുള്ള വളവിലാണ് ടാങ്കർ മറിഞ്ഞത്.
സംസ്ഥാനത്ത് തടസ്സമില്ലാത്ത റോഡ് ശൃംഖല നിർമ്മിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മലപ്പുറം താനൂരിൽ തെയ്യാല ദേവദാർ ബൈപ്പാസ് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാലക്കാട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതി വേഗത്തിലാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതി 7 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി P. രാജീവ്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് വീട് വിട്ടിറങ്ങി ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന അസാം സ്വദേശികളുടെ കുട്ടി സ്കൂളിലേക്ക് പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ്സിലാണ് കുട്ടിയെ ചേർത്തത്. പോഷകാഹാരങ്ങളുടെ പ്രദർശനവും ബോധവൽക്കരണവുമായി പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പോഷകാഹാരം സംബന്ധിച്ച പ്രദർശനവും പാചകവും ക്വിസ് മത്സരവും നടന്നു. ആംബുലൻസുകളുടെ നിരക്ക് ഏകീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം. ICU സംവിധാനമുള്ള ആംബുലൻസിന് 2500 രൂപ. BPL വിഭാഗങ്ങൾക്ക് 20% ഇളവ് ലഭിക്കും. താരിഫുകൾ ആംബുലൻസുകളിൽ പ്രദർശിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ മേഖലയിൽ കെൽട്രോൺ നോർവേയുമായി കൈകോർക്കുന്നു. കെൽട്രോണും നോർവേ കമ്പനി എൽടോർക്കുമായി ധാരണാപത്രം ഒപ്പിട്ടു. വ്യവസായ മന്ത്രി P. രാജീവിന്റെ സാന്നിധ്യത്തിലാണ് കെൽട്രോൺ മാനേജിംഗ് ഡയറക്ടർ ശ്രീകുമാർ നായരും എൽഡോർക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹെർമൻ ക്ലങ്സോയറും തമ്മിൽ സഹകരണ പത്രം കൈമാറിയത്. തൊഴിലാളി ക്ഷേമ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. CITUവിന്റെ സംസ്ഥാന ജനറൽ കൌൺസിലിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി. 20 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി പുത്തൻതോപ്പ് സ്വദേശി പിടിയിൽ. തമ്പാനൂർ പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹസൻ കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തത്. മച്ചൂസ് ഇന്റർനാഷണൽ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റൽ, കേരള പോലീസ്, പോൾ ബ്ലഡും സംയുക്തമായ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡ്രോപ്സ് ഓഫ് ഹോപ്പ് വിത്ത് മീ എന്ന പേരിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. വയോജന മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ വയോസേവന അവാർഡ് പിറവം മുൻ MLA MJ ജേക്കബിന്. മികച്ച കായിക താരം എന്ന വിഭാഗത്തിലാണ് പുരസ്കാരം. വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങായി മുളവന ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും NSS യൂണിറ്റും ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച തുക മുഖ്യമന്ത്രിക്ക് കൈമാറി. പാലക്കാട് വാവന്നൂരിൽ നിയന്ത്രണം നഷ്ടമായ കാർ അപകടത്തിൽപ്പെട്ടു. സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാറിൽ ഉണ്ടായിരുന്ന 5 പേരും പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ദൃശ്യമാധ്യമത്തിന്റെ പേരിൽ വ്യാജ പോസ്റ്റർ ഉണ്ടാക്കിയായിരുന്നു പ്രചാരണം. കണ്ണൂർ ടൗൺ പോലീസ് അന്വേഷണം ആരംഭിച്ചു.
കേരള പ്രവാസി സംഘം മാവേലിക്കര ഏരിയ കമ്മിറ്റിയുടെയും ചെട്ടികുളങ്ങര മേഖലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. ചെട്ടികുളങ്ങര തീർത്ഥം ഓഡിറ്റോറിയത്തിൽ യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. റോഡ് ടാറിംഗ് മെഷീൻ പിന്നോട്ടുരുണ്ട സ്കൂട്ടർ യാത്രക്കാരി വാഹനത്തിനിടയിൽപ്പെട്ടു. അന്തിയൂർക്കോണം പാലത്തിന് സമീപമാണ് സംഭവം. ഗുരുതരമായ പരുക്കേറ്റ് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മധ്യപ്രദേശ് ഭോപ്പാലിൽ 9 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി അറസ്റ്റിൽ. BNS-ലെ പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ലൈംഗികാതിക്രമം ചെറുത്ത 1-ാം ക്ലാസ്സുകാരിയെ കൊലപ്പെടുത്തിയ സ്കൂൾ പ്രിൻസിപ്പൽ അറസ്റ്റിൽ. ഗുജറാത്തിലെ ദാഹോഡിലാണ് സംഭവം. സ്കൂൾ പ്രിൻസിപ്പൽ ഗോവിന്ദ് നാട്ടാണ് അറസ്റ്റിലായത്. പഴനി ക്ഷേത്രത്തിലെ പഞ്ചാമൃതത്തിൽ ഗർഭനിരോധന മരുന്ന് കലർത്തിയിട്ടുണ്ടെന്ന പരാമർശത്തിൽ തമിഴ് സംവിധായകൻ മോഹൻജി അറസ്റ്റിൽ. തിരുച്ചിറപ്പള്ളി സൈബർ ക്രൈം പോലീസാണ് സംവിധായകനെ അറസ്റ്റ് ചെയ്തത്. മതേതരത്വം യൂറോപ്യൻ ആശയമാണെന്നും അത് ഇന്ത്യയിൽ ആവശ്യമില്ലെന്നുമുള്ള തമിഴ്നാട് ഗവർണർ RL രവിയുടെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ്. ഗവർണറുടെ പ്രസ്താവന അന്യായമാണെന്നും അംഗീകരിക്കാനാവില്ലെന്നും AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ്. നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയെ പോലീസ് വെടിവെച്ച് കൊന്നതിനെ തുടർന്ന് ആഹ്ലാദ പ്രകടനവുമായി നാട്ടുകാർ. മധുര വിതരണം നടത്തിയാണ് ബദലാപൂർ നിവാസികൾ സന്തോഷം പങ്കുവച്ചത്. ദില്ലിയിൽ 4 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. വടക്കൻ ദില്ലിക്ക് സമീപമുള്ള നരേല മേഖലയിലാണ് സംഭവം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സൈനികർ ആധുനിക ആശയവിനിമയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് വിലക്കി ഇറാൻ. ലബനനിൽ വോക്കി ടോക്കിയും പേജറും പൊട്ടിത്തെറിച്ച ഹിസ്ബുള്ള പ്രവർത്തകരടക്കം 39 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. പശ്ചിമേഷ്യയെ ആകെ യുദ്ധമുഖത്തേക്ക് വലിച്ചിടാനാണെന്ന് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. അങ്ങനെയുണ്ടായാൽ ഇസ്രായേൽ തിരിച്ചുപോക്കില്ലാത്ത വിധം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനെത്തിയ പെസഷ്കിയാൻ ന്യൂയോർക്കിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പുതിയ കമാൻഡറായി ഇന്ത്യൻ വംശജ സുനിത വില്യംസ്. റഷ്യൻ ബഹിരാകാശ യാത്രികൻ ഒലെഗ് കൊണനോർക്കോ നിലയത്തിൽ നിന്നാണ് തിങ്കളാഴ്ച മടങ്ങിയതോടെ സുനിത പുതിയ കമാൻഡറായത്. ലബനനിലെ പേജർ സ്ഫോടനങ്ങൾ ചൂണ്ടിക്കാട്ടി വരാനിരിക്കുന്ന ഉത്സവ നാളുകളിൽ ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ട വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോ. ക്രിസ്തുമസ് സമ്മാനമായി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്വീകരിക്കരുതെന്ന് വെനസ്വേലൻ പ്രസിഡന്റ്. പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിർമ്മിച്ച അപൂർവ വജ്രമാല നവംബറിൽ ലേലത്തിനെത്തുമെന്ന് പ്രഖ്യാപിച്ച് പ്രമുഖ ലേല കമ്പനിയായ സതേബിസ് 500 വൈരക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച വൈര നെക്ലസ് ആണിത്. ഓൺലൈൻ ലേലം ഒക്ടോബർ 25 മുതൽ ആരംഭിക്കും. ജപ്പാൻ ദ്വീപുകളിൽ സുനാമി ഉണ്ടായതായി റിപ്പോർട്ട്. ഇസു ദ്വീപിൽ 5.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെയാണ് ചെറു സുനാമി രൂപപ്പെട്ടതെന്നാണ് വിവരം. പ്രദേശത്ത് അഗ്നിപർവ്വത സ്ഫോടനത്തിനും സാധ്യതയുണ്ടെന്ന്
ജപ്പാൻ കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസിയുടെ മുന്നറിയിപ്പ്. അമിതഭാരവും ജീവിതശൈലി രോഗങ്ങളുടെ വർധനയും ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ മരണനിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന. പൊണ്ണത്തടിയും ജീവിതശൈലിയും കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാരുകൾ ആരോഗ്യനയം പുനഃക്രമീകരിക്കണമെന്നും WHO. വിദേശനയം വ്യക്തമാക്കി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ. രാജ്യത്തിന്റെ ശക്തി നോക്കാതെ ഇന്ത്യയോടും ചൈനയോടും സർക്കാരിന് ഒരേ ബന്ധമായിരിക്കും. ഏതെങ്കിലും ഒരു രാജ്യവുമായി കൂടുതൽ അടുപ്പത്തിനുമില്ലെന്ന് ദിസനായകെ. തീരത്തേക്ക് ഒഴുകിയെത്തിയ ബോട്ടിൽ അഴുകിയ നിലയിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തി. സെനഗൽ തീരത്തേക്ക് ഒഴുകിയെത്തിയ ബോട്ടിലാണ് 30-ലേറെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ ജീർണിച്ചു തുടങ്ങിയ അവസ്ഥയിലായതിനാൽ തിരിച്ചറിയൽ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ദുഷ്കരമെന്ന് അധികൃതർ. ന്യൂയോർക്കിലെ വെനസ്വേലൻ ക്രിമിനൽ സംഘത്തിന്റെ നുഴഞ്ഞുകയറ്റം. കുടിയേറ്റത്തിന്റെ മറവിലാണ് സംഘത്തിന്റെ കയ്യേറ്റം രൂക്ഷമായിരിക്കുന്നത്. സംഘത്തിന് അനധികൃത തോക്ക് വിൽപ്പനയിൽ പങ്കുള്ളതായും റിപ്പോർട്ട്. സലാലയിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സലാല അൽ മൻസൂർ കോംപ്ലക്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഖത്തറിലെ അൽഗോർ ഖുൽജീബ് മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പുലികളി, അത്തപ്പൂക്കളം, വടംവലി എന്നിവ അരങ്ങേറി. അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് മികവേകി. ചടങ്ങിൽ അഡ്വക്കേറ്റ് KJ സെബാസ്റ്റ്യൻ ഓണ സന്ദേശം നൽകി. ഒമാനിലെ അൽ സലാമ പോളിക്ലിനിക് 10ാം വാർഷിക ലോഗോ പുറത്തിറക്കി. മസ്കറ്റ് മാനി ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഒമാൻ പ്രൈവറ്റ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടർ ജനറൽ മുഹന്ന നാസർ അൽ മസ്ലാഹി ലോഗോ പ്രകാശനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.